ഹലോ, വെൽക്കം ബാക്ക് ടു ഓസം ലൈഫ്. നമ്മുടെ ഇന്നത്തെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആസ് യൂഷ്വൽ കിച്ചു ആണ് ഇന്നും എൻ്റെ കൂടെയുള്ളത്. പോകുന്നത് നമ്മുടെ കാലിക്കറ്റ് ഊട്ടി അല്ലെങ്കിൽ മൈസൂരേക്ക് പോകുന്ന ഹൈവേ ആണ്. ആ ഹൈവേന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് ഡൈവേർട്ട് ചെയ്താൽ, കോഴിക്കോട് നിന്ന് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് ഡൈവേർട്ട് ചെയ്താൽ നമ്മൾ ഈ റോഡിലേക്ക് എത്തും. ഇത് നേരെ പോകുന്നത് പൂക്കോടിലേക്കാണ്. വയനാട്ടിലെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു പ്ലേസാണ്, ടൂറിസ്റ്റ് കേന്ദ്രമാണ് പൂക്കോട് ലേക്ക്. നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. എങ്കിൽ കൂടെ ഓസം ലൈഫിൻ്റെ കൂടെ നമുക്ക് പൂക്കോടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ അവിടെയുള്ള കാഴ്ചകളും വൈവിധ്യങ്ങളും ഒക്കെ നമുക്ക് ആസ്വദിക്കാം. സോ കൂടുതൽ നീട്ടുന്നില്ല, ലെറ്റ് സ്റ്റാർട്ട് അവർ ജേർണി. ടുഡേ വി ആർ ഗോയിങ് ടു വിസിറ്റ് പൂക്കോട് ലേക്ക്. വെൽക്കം ബാക്ക് ടു ഓസം ലൈഫ് വൺസ് അഗൈൻ. താങ്ക് യു. ഇവിടെയൊക്കെ സീസൺ ടൈമാണെങ്കിൽ ഫുൾ ആളുകളാട്ടോ, പക്ഷേ ഇപ്പോൾ അത് ഒഴിഞ്ഞു കിടക്കുന്നു. ഇനി ഓണമൊക്കെ ആകുമ്പോഴത്തേനും ആ ഒരു ആളുകളുടെ ഒഴുക്ക് ഇവിടെ കൂടും. ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ടൂറിസം പ്ലേസൊക്കെ വയനാട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അറൗണ്ട് ഒരു 1 കിലോമീറ്റർ പോലും ഇല്ല, നമ്മൾ പൂക്കോട് ലേക്കിൻ്റെ കവാടത്തിലെത്തും. അവിടെയാണ് ടിക്കറ്റിങ്ങും ബാക്കിയുള്ള കാര്യങ്ങൾ. നമ്മളപ്പം ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. പൂക്കോടിലേക്ക് നിന്ന് പാർക്കിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഇങ്ങോട്ടേക്ക് വരണം. ഒരു 500 മീറ്റർ മുന്നോട്ട് വന്നിട്ട് വേണം പാർക്കിങ്. പാർക്കിങ്ങിന് ഇതാ ഇങ്ങനൊരു നല്ല സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്കുണ്ട്. ഇതിപ്പോൾ അറൗണ്ട് 8:30 ടു 6 മണി വരെയാണ് ഇതിൻ്റെ പാർക്കിങ് കാര്യങ്ങളൊക്കെ. അതുപോലെ തിരക്കുള്ള സമയത്തൊക്കെ ഇവിടെ നല്ല റഷായിരിക്കും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആളുകളും വാഹനങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമാണ്. ഇവിടെയുള്ള ഷോപ്പുകളൊക്കെ കുറച്ചെണ്ണം തുറന്നിട്ടുണ്ട്, ഇനിയും തുറക്കാൻ പോകുന്നു. കാരണം ഓണമൊക്കെ ആകുമ്പോഴത്തേനും അത്യാവശ്യം നല്ല ആളുകളൊക്കെ വരും. ഇവിടെ തന്നെ നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ ഒരുപാട് റിസോർട്ടുകളും ഹോം സ്റ്റേയും സ്പായും ഒക്കെ ഉണ്ട്. പിന്നെ അതിങ്ങനെ പോയി കഴിഞ്ഞാലും ആ മെയിൻ റോഡിലേക്ക് ജോയിൻ ആകും. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇവർ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ സ്കൂട്ടർ ഇവിടെ പാർക്ക് ചെയ്തു. ഇനി ഇങ്ങോട്ടേക്കൊരു 200-300 മീറ്റർ നടന്നു പോകണം. ചെന്നാലാണ് ടിക്കറ്റിംഗ് കൗണ്ടർ ഉള്ളത്. 200 മീറ്റർ, അതാണ് പൂക്കോടിലേക്ക്. ബോർഡൊക്കെ നശിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നടന്നാണ് പോകേണ്ടത്. നമ്മൾ ശരിക്കും നടന്നു വരുന്നത് ഈ വനത്തിൻ്റെ ഇടയ്ക്കൂടെ കേട്ടോ. ഈ റൈറ്റിൽ ഇതാ ഇപ്പോൾ കാണുന്നത് പൂക്കോട് ലേക്കിൻ്റെ ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ഇതാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വനമാണ്. അപ്പോൾ ഇതിനകത്തേക്കൊന്നും കയറരുത്, കടുവയൊക്കെയുള്ള ആനയൊക്കെയുള്ള വനമാണ്. അപ്പോൾ വന്യജീവി വകുപ്പിൻ്റെ ഓൾറെഡി കോഷൻ ബോർഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വെയിലുള്ള ടൈമൊക്കെ ആണെങ്കിൽ തീ പടരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീപ്പെട്ടി, സിഗരറ്റ് വലിക്കൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാമറ പ്രൊട്ടക്റ്റഡ് ആണ് ഈ ഏരിയ ഒക്കെ. അപ്പം നമ്മളങ്ങനെ കാട്ടിലൂടെ അത്യാവശ്യം ചീവിടിൻ്റെയും ബാക്കിയുള്ള സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് നടന്നു പോവുക. ഈ ഒരു നടത്തവും നമുക്ക് അത്യാവശ്യം ഉന്മേഷം പകരുന്ന നടത്തമാണ്. ഒരു 200 മീറ്റർ ഇതാ താഴെ കാണുന്നതാണ് പൂക്കോടിലേക്ക്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ ടിക്കറ്റിംഗ് കൗണ്ടർ എത്താനാണ്. ഓൾമോസ്റ്റ് ടിക്കറ്റിംഗ് കൗണ്ടർ എത്തി. ഇവിടെയൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ആ മുകളിലൊക്കെ ഷോപ്പും അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കടകളും അതുപോലെ ചെറിയ ആക്ടിവിറ്റീസും ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഭാഗത്തൊന്നും പാർക്കിംഗ് അലൗഡ് അല്ല. ആരും ഒന്നും പറയില്ല, പക്ഷേ വാഹനങ്ങൾ നിർത്തിയിട്ടാൽ പെനാൽറ്റി അടിക്കും. അത്യാവശ്യം നല്ല പെനാൽറ്റിയാണ്. ഇവിടെ ആരും നിർത്തിയിടാതെ വാഹനങ്ങൾ അതിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഓഫീസ്. അവിടെ പോയിട്ട് നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം. വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ധാരാളം കുരങ്ങന്മാരെയൊക്കെ കാണാം. ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ പർച്ചേസ് കൗണ്ടറും അതുപോലെ തന്നെ ചെറിയ ഹോട്ടൽസും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ആളുകളുണ്ട് കേട്ടോ, വന്നു തുടങ്ങി. ഓണത്തിന് മുമ്പ് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതാ ഞാൻ പറഞ്ഞു തീർന്നില്ല. ഒരു മണ്ടൻ പോകുന്ന വഴിക്ക് ആരോ പേടിപ്പിച്ചു. അവന് പരിചിതമായ വഴിയാണ്, അതുകൊണ്ട് ആൾ അങ്ങ് കയറിപ്പോവുക. കൊള്ളാം. എന്ത് രസമല്ലേ ഇവരുടെ കാര്യങ്ങൾ. നമ്മൾ ശരിക്കും ഇതുപോലുള്ള മൃഗങ്ങളെയൊക്കെ ഉണ്ടല്ലോ, അവരുടെ ആക്ടിവിറ്റിയൊക്കെ ഉണ്ടല്ലോ, അത് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ അവർക്ക് വലിയൊരു റിഫ്രഷ്മെൻ്റ് ആകും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ. ഇവിടെയുള്ള ആക്ടിവിറ്റീസിൻ്റെ ഒരു ചെറിയ ബോർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കണ്ടോ, ഇതുപോലൊരു വൈറ്റ് പെരുമ്പാമ്പ് ഇതിനൊക്കെ കൈത്തരും. അതുപോലെ ഈ ഒരു ബിഗ് ലിസാർഡ്, അതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് പിടിക്കാം. പിന്നെ അതുപോലെ അങ്ങനെ കുറേ ആക്ടിവിറ്റീസ്, നമുക്ക് ഫോട്ടോ എടുക്കാം. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ബേർഡ്സൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇവർ വളരെ വെറൈറ്റി ആയിട്ടുള്ള ബേർഡ് സ്റ്റേഷനൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ടിക്കറ്റിംഗ് കൗണ്ടർ. നമുക്ക് അകം കണ്ടിട്ട് പുറത്തേക്ക് വരാം. ഇതാണ് ടിക്കറ്റിംഗ് കൗണ്ടർ. ഇവിടെ എൻട്രൻസ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ടൈം 9 AM ടു 5:30 PM ആണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ വരണം. അതുപോലെ തന്നെ വർക്കിംഗ് ടൈമും
5:30 വരെ ഉള്ളൂ. പിന്നെ ടിക്കറ്റിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡൽട്ടിന് 40 റുപ്പീസും കുട്ടികൾക്കാണെങ്കിൽ 30 റുപ്പീസുമാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. സീനിയർ സിറ്റിസൺ എബവ് 60 ഇയേഴ്സ് ആണെങ്കിൽ 20 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. വീഡിയോ ക്യാമറയ്ക്ക് 150 റുപ്പീസ് ഇവർ ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇല്ല, എന്നാലും ഇനിയിപ്പോൾ തിരക്ക് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊക്കെയുണ്ട്. പിന്നെ ഇവിടെ ഒരു കോഷൻ അവർ കൊടുത്തിട്ടുണ്ട്, അട്ടയുണ്ട് സൂക്ഷിക്കുക, അതായത് ലീച്ച് അതുണ്ട്. അപ്പോൾ അത് പേടിയുള്ളവർ ഒന്ന് കരുതിയിരുന്നുള്ളൂ. ഇതെങ്ങനെയാണ് നമ്മൾ കയറിപ്പോണ്ടത്. എനിക്കും കിച്ചുവിനുമുള്ള ടിക്കറ്റ് എടുത്തു. നമുക്ക് അറൗണ്ട് 40 ആൻഡ് 80 റുപ്പീസാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. നമ്മളങ്ങനെ ടിക്കറ്റ് കാണിച്ച് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഗാന്ധിഗ്രാമം പോലത്തെ സെറ്റപ്പ് ഇവിടെയുണ്ട്. ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ നമുക്കിവിടെ പറ്റും. വൈവിധ്യപരമായിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ ഇതൊക്കെ ഇരിക്കാനുള്ള സ്പേസാണ്. നമ്മൾ കണ്ട് മടങ്ങി വരുന്ന സമയത്ത് നമുക്കിവിടെ ഇരിക്കാം. ഇവിടെ വയനാടിൻ്റേതായിട്ടുള്ള ചെറിയൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. വയനാടിൻ്റെ ടൂറിസം കേന്ദ്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്നത് വെൽക്കം നോർത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷൻ. വയനാടിൻ്റെ നോർത്ത് ഫോറസ്റ്റ് ഡിവിഷൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇതൊക്കെ. മുനീശ്വര കുന്ന് ക്യാമ്പിംഗ് കം ട്രക്കിംഗ്, ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം കേട്ടോ. കോൺടാക്റ്റ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്രഹ്മഗിരി ക്യാമ്പിംഗ് ട്രക്കിങ്ങും മീൻമുട്ടി വാട്ടർഫാൾസ്, പിന്നെ സൂചിപ്പാറ, അതവർ വിട്ടുപോയതാണ് തോന്നുന്നു. അവിടെയൊക്കെ ട്രക്കിങ്ങും അതുപോലെ ക്യാമ്പിങ്ങും ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാം. ഇനിയിപ്പം ഉള്ളോട്ട് കയറിക്കഴിഞ്ഞാൽ ഇതാണ് കാഴ്ചകൾ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നീറ്റ്നെസ് കുറവുള്ള പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ഇതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എല്ലാം ക്ലിയർ ചെയ്യും. പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ വേറെ കേട്ടോ. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതിപ്പം ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ്. ഇത്രയും നാളത്തെ ലീവും അതുപോലെ തന്നെ മഴയൊക്കെ ആയത് കാരണം ഒരു മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കുട്ടികളുടെ ഈ പാർക്ക് ഉണ്ടല്ലോ, ഇത് ലോക്ക് ചെയ്തിട്ടേക്കാണ്. വർക്ക് നടക്കുന്നുണ്ട്. ഒരു 2 വീക്സിനകത്ത് ഇതെല്ലാം ഓപ്പൺ ആവും കേട്ടോ. ഓണം ആകുമ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും സജീവമായിരിക്കും. കാരണം മഴക്കാലത്ത് നിങ്ങൾക്കറിയാലോ, കുറച്ച് സെൻസിറ്റീവാണ് ഇത്തരം കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് അത് ലോക്ക് ചെയ്തിട്ടേക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തൂടെയാണ് നടന്നു പോയി തിരിച്ചു വരേണ്ടത്. അപ്പോൾ ഇതിനകത്ത് വേറെ കുറേ ഫിഷിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടി. ഈ മീനുകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ അത്യാവശ്യം പല സ്പീഷ്യസിലുള്ള മീനുകളുണ്ട്. അതുപോലെ തന്നെ ഫിഷ് സ്പായുണ്ട്. പിന്നെ അകത്ത് അത്യാവശ്യം നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള കഫറ്റേരിയ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് നമുക്കൊന്ന് സറൗണ്ട് ചെയ്യാം. വയനാടിൻ്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഒരു ലേക്കാണ് പൂക്കോട് ലേക്ക്. ഇവിടുത്തെ ബോട്ടിംഗ് ആട്ടോ ഭയങ്കര ഫേമസ്. കാരണം ഈ തടാകം പോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത്, അതായത് അതിൻ്റെ 3 വശവും ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു മലകൾ കൊണ്ട് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന വളരെ ഭംഗിയുള്ള തടാകമാണ്. അതിനകത്ത് നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അത് 4 പേർക്ക് വേണമെങ്കിൽ 4 പേർക്ക്, 2 പേർക്ക് വേണമെങ്കിൽ 2 പേർക്ക്, അങ്ങനെ ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. ബോട്ടിംഗ് ടൈമിംഗ് എന്ന് പറയുന്നത് 9 to 5 PM ആണ്. അതുപോലെ സ്വിമ്മിങ് അതിനകത്ത് അനുവദിക്കില്ല. ഇതിനകത്തുള്ള പൂക്കളോ കാര്യങ്ങളോ ഒന്നും പറിക്കാൻ അനുവദിക്കില്ല. ഇവിടെ കൊടുത്തിരിക്കുന്നത് ബോട്ടിൽ കയറാനുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെയാണ്. എന്തൊക്കെയോ പുതിയതായി തുടങ്ങാൻ പോകുന്ന സംരംഭങ്ങളുടെ ഒരു ലിസ്റ്റും ഫോട്ടോസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിങ്ങിലേക്കുള്ള എൻട്രൻസ്, കണ്ടോ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാഴ്ചയുടെ കാണാം. ഇവിടെ അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ തണുപ്പും മഴയും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എല്ലാ വർഷത്തിൽ ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സ്നാക്സൊക്കെ കഴിക്കണമെങ്കിൽ എല്ലാ വിധത്തിലുള്ള സ്നാക്സും ഇതിനകത്ത് അവൈലബിൾ ആട്ടോ. ഓക്കെ, അതൊരു ഫീലാണ്. ഇതിനകത്ത് ഇരുന്ന് കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീലൊന്ന് വേറെയാണ്. വളരെ പ്രകൃതിയോട് ഇണങ്ങി തന്നെ നിൽക്കുന്ന രീതിയിലാണ് ഇവരിത് ചെയ്തു വച്ചിരിക്കുന്നത്. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ വളരെ ഭംഗിയായിട്ടാണ്. പക്ഷേ ഒന്നും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ബാക്കപ്പിലേക്ക് ഇത് കൊണ്ടുപോകാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. വേറൊരാൾ ഇവിടെ നിന്ന് എന്തോ നോക്കുകയാണ്. പൂക്കാട്ടമ്മ ദേവി ക്ഷേത്രം, ഒരു ക്ഷേത്രമുണ്ട് ഇതിനകത്ത്. ആ ബോർഡിൻ്റെ മുകളിലിരുന്ന് ആശാൻ ഇങ്ങനെ മഴയൊന്നും കൊള്ളാണ്ട് ചിന്തിക്കുക. ഹലോ എന്തോ ഉന്നം വെച്ച് ചാടാനുള്ള പരിപാടിയിലാണ്. ഡേഞ്ചറാട്ടോ, നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള മൃഗങ്ങളെ കാണുമ്പോഴൊക്കെ ലോങ്ങിൽ നിന്ന് കാണാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. മീനുകളെ പൊതുവെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും ഞാൻ
ഇഷ്ടപ്പെടാൻ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കേട്ടോ ഈ അക്വേറിയം, അതുപോലെ തന്നെ ഫിഷുകളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു അരോണയും കാര്യങ്ങളൊക്കെ വളർത്തുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഫിഷ് സ്പാ ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ വൈവിധ്യമുള്ള മീനുകളുണ്ട്. നമുക്ക് ഇരുട്ടാകുന്നതിന് മുമ്പ് ആ മീനുകളെയൊക്കെ ഒന്ന് കണ്ടുവരാം. ഇത് ശരിക്കും നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഫിഷറീസ് വകുപ്പാണ്. മത്സ്യ കാർഷിക വികസന ഏജൻസി പൂക്കോട് ശുദ്ധജല അക്വേറിയമാണ്. ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 5 രൂപയും കുട്ടികൾക്ക് 2 രൂപയാണ്, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. അതുപോലെ ഫിഷ് സ്പാ നമുക്ക് ചെയ്യാം. 70 രൂപയാണ് 10 മിനിറ്റിന് അവർ ചാർജ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് പല ടൈപ്പിലുള്ള മീനുകളുടെ ഒരു അക്വേറിയംസാണ്. അപ്പം നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ ഉള്ളത് ഒരു ചെറുതല്ല, അത്യാവശ്യം വലിയൊരു ചട്ടിയാണ്. അതിനകത്തൊന്നുമില്ല കേട്ടോ കാര്യമായിട്ട്. അയ്യോ, പറ്റിക്കപ്പെട്ടു. കുഴപ്പമില്ല. വാവ്, കൊള്ളാലോ, കോഴിക്കാർപ്പ്. ഇനി മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു സെഗ്മെൻ്റാണ് ഇത്. കോഴിക്കാർപ്പാണ്, കോഴിക്കാർപ്പ്. പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ അറിയാം. അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അത്യാവശ്യം വലുപ്പമുണ്ട്, ക്യാമറ കാണുന്നതിനേക്കാളൊക്കെ വലുപ്പമുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതിനകത്ത് പല ടൈപ്പ് മീനുണ്ട്. ഒന്ന് ഷാർക്ക്, പിന്നെ അതിനിടയ്ക്ക് കോഴിക്കാർപ്പ് തന്നെ, കാർപ്പ് ടൈപ്പുള്ള ഏതോ മീനുകളാണ് ഉള്ളത്. അതിനകത്ത് വെട്ടമില്ലാത്തതുകൊണ്ടേ കറക്റ്റായിട്ട് കാണുന്നില്ല. പിന്നെ മീനിൻ്റെ കളറാണെങ്കിൽ കറുപ്പുമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് വന്നാൽ ആമ. ഓഹോ, ആമയാണല്ലോ. ഹലോ കുട്ടീസ്, അവന്മാരെന്തോ നോക്കുകയാണ്. ആമയാണ്. പിന്നെ ഇതാ ഇവിടെ ഒരു വരാൽ കിടപ്പുണ്ട്. വരാൽ കണ്ടോ, വരാൽ. പുറത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അതാണ് ഒന്ന് ക്ലാരിറ്റി കിട്ടാത്ത. ഇത് ഗിഫ്റ്റ് പിലോപ്പി ഐറ്റംസാണ്. ഫിഷറീസ് വകുപ്പായതുകൊണ്ട് നമ്മളൊരു കൊമേഴ്ഷ്യൽ ബെനിഫിറ്റുള്ള മീനുകളല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ അകത്താണ് ഉള്ളത്. ഇത് പിലോപ്പി, അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ കാണാൻ. പിന്നെയുള്ള ഒരു കിങ്ങാണ് അരാപ്പൈമ. അരാപ്പൈമയല്ല, ഇത് അലിഗേറ്ററാണ് കേട്ടോ. ഇത് അലിഗേറ്ററാണ്. നോക്കിയേ, അത്യാവശ്യം വലുപ്പമുണ്ട്. ഒരു 2-3 അടി, 3 അടി എന്തായാലും ഉണ്ടാവും സാധനം. വാവ്, അതിങ്ങനെ സൈലൻ്റായിട്ടിരിക്കുന്നത് നോക്കണ്ട. അവനങ്ങ് തീറ്റം കിട്ടി കഴിഞ്ഞാൽ ഒരു വരവുണ്ട്, നമ്മുടെ നെഞ്ഞൊക്കെ കത്തിപ്പോവും. അതിനെ കിട്ടുമോ നോക്കട്ടെ. റിഫ്ലക്ഷൻ അടിക്കുന്നതുകൊണ്ടേ എനിക്ക് കറക്റ്റായിട്ട് മീനുകളൊന്നും എടുക്കാൻ സാധിക്കുന്നില്ല. അകത്തോട്ട് പോവാം. അങ്ങനെ അലിഗേറ്ററും ബാക്കിയുള്ള മീനുകളും കണ്ടിതാ നമ്മൾ ഇതിൻ്റെ അകത്തേക്കാണ് കയറുന്നത്. ഇതിനകത്ത് ഒരുപാട് മീനുകളുണ്ട്. അവർ അക്വേറിയത്തിലിട്ട് അകത്തോട്ട് കയറുമ്പം ഇവിടെയുള്ള അക്വേറിയങ്ങളിൽ കാണുന്നത് ഗോൾഡ് ഫിഷാണ്. ഇതൊക്കെ പിന്നെ എല്ലാവിടെയും കാണാമല്ലോ. പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ. ആ ലൈറ്റിങ്ങും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. യെസ്, ദിസ് ഈസ് മൈ ഫേവറേറ്റ്. ഇതാണ് ഡ്രാഗൺ ഫിഷ് എന്ന് പറയും, അരോണ എന്ന് പറയാറുണ്ട്. ഇത് സിൽവർ അരോണയാണിത്. അടിപൊളി. അരോണ എപ്പോഴും വാസ്തുപരമായിട്ട് വെക്കുന്ന മീനാണ് കേട്ടോ. അതായത് ഒരെണ്ണം അല്ലെങ്കിൽ 3 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം, അങ്ങനെ ഒറ്റ സംഖ്യയായിട്ട് മാത്രമേ അരോണ വെക്കാവൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ 3 അരോണച്ചേട്ടന്മാരിങ്ങനെ വിലസാണ് ഇതിനകത്ത്. അതിൽ അരോണ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭാഗ്യ മത്സ്യമായിട്ട് കരുതപ്പെടുന്ന ഒന്നാണ്. ശുദ്ധജല മത്സ്യങ്ങളിലെ കിങ്ങായിട്ട് നമുക്ക് വേണമെങ്കിൽ അരോണയെ കണക്കാക്കാം. എൻ്റെ കയ്യിലുണ്ട് ഒരു അരോണ, അറൗണ്ട് ഒരു 2 അടിയായ ഒരു അരോണ. പിന്നെ ഇത് നമ്മളെപ്പോഴും കാണാറുള്ള ഗപ്പി ഇനത്തിൽപ്പെടുന്ന ഒന്നാണ്. ജെയിൻറ്റ് ഗൗരാമി, അടിപൊളി ഒരു കിടിലൻ സൈസ് ഗൗരാമി ഇവിടെ ഉണ്ട്. ഇത് ഭയങ്കര റെസ്പോൺസീവായിട്ട് വരും ഈ മീൻ. നോക്കി നമ്മൾ കൈയൊക്കെ ഇങ്ങനെ മാറ്റുന്നതനുസരിച്ച് പോകുമ്പോൾ വരും. കണ്ടോ, മണ്ടനാണ്, മണ്ടൻ. ഇതാ മണ്ട, നോക്കി എന്ത് വലുപ്പമാണ് ഗൗരാമി. ഒരു ഭംഗിയുള്ള സാധനം കേട്ടോ. ഭയങ്കര റെസ്പോൺസീവായിട്ടുള്ള മീൻ ഗൗരാമി. പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇത് നോർമലി ഒരു സക്കർ വർഗ്ഗത്തിലുള്ള ഒരു മീനാണ്. റെയിൻബോ ഷാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ റെയിൻബോ ഷാർക്ക് അല്ല ഇത്. ഉണ്ട്, റെയിൻബോ ഷാർക്കാണ് ഇത്. ഈ കാണുന്ന ഐറ്റംസ് ഇത് സക്കർ ഇനത്തിൽപ്പെട്ടൊരു മീനാണ്. ഇത് റെയിൻബോ ഷാർക്ക്. ഓക്കെ, ഇതൊക്കെ പിന്നെ സാധാരണമാണ്. പിന്നെ ഇവിടെ കാണുന്നത് ബ്ലഡ് പാരറ്റ്. തായ്വാൻ അവിടെ കാണപ്പെടുന്ന ശുദ്ധജല മത്സ്യമാണ് ബ്ലഡ് പാരറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ
എന്താ പറയുക, ഈ ഒതുങ്ങിക്കൂടുന്നൊരു സ്വഭാവമാണ് ഈ സാധനങ്ങൾക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ പാറയെടുക്കലും അതുപോലെ ചെടികളുടെ ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ വന്നിരിക്കും. ബ്ലഡ് പാരറ്റ് ഇതാ ഇവിടെ ഒരാളുണ്ട്. ഇത് സക്കര ഇനത്തിൽപ്പെട്ട, ഇത് ക്ലീനിങ് ഫിഷായിട്ട് കരുതപ്പെടും. പിന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇത് പ്ലാറ്റി എന്ന് പറയുന്ന ഫിഷാണ്. ദേ ഇവിടെ വേറൊരു ജെയിൻറ്റ് ഗൗരാമിയുണ്ട്. നോക്കിയേ, നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതനുസരിച്ച് അത് വരും. അത് തിന്നാൻ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഒന്ന് തിരിഞ്ഞെന്താടാ കാണേണ്ടത് തന്നെ, കണ്ടോ, അടിപൊളി. ഒരു കിഡിലൻ സൈസുള്ള സാധനമാണ് ഗൗരാമി ഇവിടെയുള്ളത്. പിന്നെ ഉള്ളത് ഇത് സിക്ലിഡോ അങ്ങനെ എന്തോ ആണ്, ഒരു നമ്മുടെ പിലോപ്പി വർഗത്തിൽപ്പെടുന്ന അങ്ങനത്തെ ഒരു ഐറ്റമാണ്. പിന്നെ ടെട്രാസ്, പല കളറിൽ, മഴവിൽ പോലെ പല കളറിലുണ്ടാകുന്ന മീനുകളാണ് ടെട്രാസ്. ഇത് കുറേ എണ്ണമുണ്ടെങ്കിലാണ് ഭംഗി, അതിങ്ങനെ ഒന്നിച്ച് കൂടി നിൽക്കുന്ന ഒരു സ്വഭാവക്കാരാണ്. ദെൻ നോർമലായിട്ട് കാണപ്പെടുന്ന മീനുകളൊക്കെയാണിത്. അക്വേറിയത്തിനകത്തുള്ളത്. ഇപ്പോൾ മീനുകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ആർക്കും ബോറടിക്കേണ്ട, കാരണം ഇതും കാണാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലോങ് ആയിപ്പോയി, ലെങ്ത് ആയിപ്പോയി അങ്ങനെയൊന്നും കരുതണ്ട. നമ്മൾ കാഴ്ചകളാണല്ലോ അല്ലേ, എല്ലാ ടൈപ്പിലുള്ള ആളുകളും ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇട്ടുവെന്നേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് കാണാനുള്ള മെയിൻ സാധനം എന്ന് പറയുന്നത് ഫിഷ് സ്പായാണ്. ഇവിടെ കാലിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം നമ്മുടെ കാലൊക്കെ വളരെ വൃത്തിയാക്കി തരും. പിന്നെ നമുക്ക് ബോട്ടിംഗ് ആണുള്ളത്. പക്ഷേ ഇതിനകത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം ഇതിനകത്ത്. ഇതൊരു ഫോറസ്റ്റിന് നടുക്കുള്ള ഒരു ലേക്കും കുറേ ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരുന്ന് നമുക്കൊരു ഹാഫ് ഡേ മൊത്തം അങ്ങ് സ്പെൻഡ് ചെയ്താൽ നമ്മൾ ടോട്ടലി മൈൻഡൊക്കെ റിഫ്രഷ് ആവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏരിയയാണ് പൂക്കോട് ലേക്ക്. എന്തായാലും നിങ്ങൾ വരുമ്പോൾ വിസിറ്റ് ചെയ്യേണ്ട മസ്റ്റ് വിസിറ്റ് പ്ലേസിലൊന്നാണ് പൂക്കോട് ലേക്ക്. ഇവിടെ ഒരാളിരുന്നിട്ട് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കഴിക്കുന്നതെന്ന് അറിയില്ല. ഹലോ, ആ തലയ്ക്ക് ചാടണ്ട. ഹലോ, കാര്യമായിട്ട് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുക, എന്തോ കായാ തോന്നുന്നു. ഇവിടെ ഇഷ്ടംപോലെ കിട്ടാനുണ്ടല്ലോ. അതിൻ്റെ മുകളിൽ വേറൊരുത്തന്നെ ഇരിക്കുന്നുണ്ട്. സൂക്ഷിക്കണം കേട്ടോ, ഇങ്ങനെയുള്ള ഏരിയയിൽ വരുമ്പോൾ ഇത്തരം മൃഗങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സമ്പർക്കത്തിലേക്ക് വരുമ്പോൾ കെയർഫുൾ ആയിരിക്കണം. ഇത് ഫിഷ് സ്പാ ചെയ്യാനുള്ള ഫിഷ് സ്പായുടെ ഫിഷുകളാണ് ഈ കാണുന്നത്. ഇതിനകത്തങ്ങ് കാലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് നമ്മുടെ കാല് വളരെ വൃത്തിയാക്കി ക്ലീനാക്കി തരും കേട്ടോ അവന്മാർ. നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പായാണ് ഇത്. ഇതിൻ്റെ ബെനിഫിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിമൂവ് ഡെഡ് സ്കിൻ, അതുപോലെ ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ, ഹീൽ ക്രാക്സ് ഇൻ ദ ഫീറ്റ്, മേക്ക് സ്കിൻ സ്മൂത്ത് സോഫ്റ്റ്. ബാക്കി നിങ്ങൾ വായിച്ചോ, ഇല്ലെങ്കിൽ ബോറടിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. 70 രൂപയേ ഉള്ളൂ. നമ്മൾ വളരെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. പക്ഷേ ഇക്ലിയൊക്കെ ആവും. ഇക്ലിയൊന്നും ഇല്ലാത്തവർ ധൈര്യമായിട്ട് ഈ ഒരു സാധനം ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും അതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് സ്പാ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അത് ആ ലൈനി എന്ത് പൊട്ടാസ്യ അല്ലേ, അതെന്തിനാ? ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ കാലിൽ എന്തെങ്കിലും ഫംഗസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് പൊട്ടാസ്യം. അപ്പോൾ അതിൽ നമ്മൾ കാല് ക്ലീൻ ചെയ്തിട്ട് വേണം കയറി ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ കാല് ക്ലീനാവും, അതുപോലെ കാലിലുള്ള ഫംഗസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി പോകും. എന്നിട്ട് ഇതിനകത്ത് കാലിട്ടിരിക്കുക. അങ്ങനെ എൻ്റെ കാലിൽ അട്ട കടിച്ചുകൊണ്ട് എനിക്ക് തൽക്കാലം ഈ ഒരു സാധനം ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വേറെ കുറേ സാങ്കേതികമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് അതിന്. ഇതാണ് ഇതിൻ്റെ പരിപാടി. നമ്മളിതങ്ങനെ കാലിട്ടിരുന്നാൽ ഒരു പറ്റം മീനുകൾ വന്ന് നമ്മുടെ കാലിൻ്റെ ഡെഡ് സ്കിന്നും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ആക്കും കേട്ടോ. ഇത് ഭയങ്കര നല്ല കേട്ടോ, നമ്മുടെ ഹെൽത്തിനും അതുപോലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ്. ഒരു 10 മിനിറ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടും. എങ്ങനെയുണ്ട് ചോദിച്ചു? അതെ അല്ലേ. അട്ട കടിച്ചുകൊണ്ട് തൽക്കാലം എനിക്ക് ഇതിനകത്ത് കാലിടാൻ നിർവാഹമില്ല. സോ സാഡ്. അട്ട എനിക്ക് പണിയുണ്ടോ. ലേക്കിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. കാരണം നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നത് ജസ്റ്റ് എൻട്രി ഫീസ് മാത്രമാണ്. ബാക്കി എല്ലാ ആക്ടിവിറ്റിക്കും നമുക്ക് അകത്ത് ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഇവിടെ കയാക്കിംഗ് സൗകര്യമുണ്ട്. 12 വയസ്സിന് മുകളിലുള്ളവർക്ക്, എബോവ് 12 ഇയേഴ്സ് മാത്രമേ കയാക്കിംഗ് അതിനകത്ത് അനുവദിക്കുകയുള്ളൂ. അതുപോലെ റോയിങ് ബോട്ട് അറൗണ്ട് 7 സീറ്റഡ് 700 ആണ് 30 മിനിറ്റിന്. പെഡൽ ബോട്ട് 4 സീറ്റഡ് 450 റുപ്പീസ്. ഇത് ബാക്കിയുള്ള വായിച്ചോളൂ. അതേപോലെ തന്നെ ഇതാണ് ടിക്കറ്റിംഗ് കൗണ്ടർ. ഓക്കെ, നമുക്ക് വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്, അതായത് ബോട്ടിങ്ങിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 9 to 5 PM ആണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ടിക്കറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം നമ്മുടെ ടിക്കറ്റൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നേരെ അകത്തേക്ക് പോകണം. ലൈഫ് ജാക്കറ്റ് കാര്യങ്ങൾ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ബോട്ടിലേക്ക് എൻട്രി ചെയ്യാൻ. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോഷൻ കൊടുത്തിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷമുള്ള ഒരു 10 മിനിറ്റിനും അതേ എമൗണ്ട് ഈടാക്കും. അതുകൊണ്ട്
കറക്റ്റ് ടൈമിന് പോയി വരിക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് മൊത്തം അങ്ങനെ സറൗണ്ട് ചെയ്ത് കറങ്ങി വരണം. നമുക്ക് കയറല്ലേ കിച്ചു? ലൈഫ് ജാക്കറ്റ്. അപ്പം ലൈഫ് ജാക്കറ്റ് മസ്റ്റാണ്. കാരണം ഇതൊക്കെ നല്ല ആഴമുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ത്രെട്ടണിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളകത്ത് എൻ്ററായി. ഇതിനകത്ത് ഫുഡൊന്നും അലൗഡ് അല്ല കേട്ടോ. ഇതൊരു ഫ്ലോട്ടിംഗ് പാത്താണ്. ഇത് കണ്ടോ, ഇത് വെള്ളത്തിൽ ശരിക്കും പൊങ്ങിക്കിടക്കുന്നതാണ്. കുറേ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒരുമിച്ച് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് ബ്രിക്സിലുണ്ടാക്കിയിരിക്കുന്ന ഒരു പാത്താണ്. ഇവിടെയാണ് നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ബോട്ടിലേക്ക് കയറേണ്ട സ്ഥലം. അപ്പോൾ ഞാനും ലൈഫ് ജാക്കറ്റ് ഇട്ട് സെറ്റായിട്ട് ബോട്ടിലേക്ക് കയറാം. നമ്മൾ പോകുന്നത് ഇതാ ഈ പെഡൽ ബോട്ടിലാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ബോട്ടുണ്ട്, കയാക്കിങ് അടക്കമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ പ്രിഫർ ചെയ്യുന്ന പെഡൽ ബോട്ടാണ്. അപ്പോൾ ഞാൻ ലൈഫ് ജാക്കറ്റ് ഇട്ട് വരാം. കിച്ചു റെഡിയാണ്. ദാറ്റ്സ് മൈ ലൈഫ് ജാക്കറ്റ്. അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ സെറ്റായി. എപ്പോഴും നമ്മളെ സെക്യൂരിറ്റി നമ്മളെപ്പോഴും ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. ആ സെക്യൂരിറ്റിയൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ. അപ്പോൾ അതെപ്പോഴും നമ്മളൊരു ഏത് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വരികയാണെങ്കിലും അവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യണം. സോ ലൈഫ് ജാക്കറ്റ് മസ്റ്റാണ്. ഇതാ നമ്മുടെ ബോട്ടിൽ മഴ പെയ്തുകൊണ്ട് വെള്ളം കയറി കിടക്കുകയാണ്, പെഡൽ ബോട്ടിൽ. അപ്പോൾ അത് വെള്ളം അങ്ങനെ തേകി കളയുന്ന ഔട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കുക. അതാണ് നമ്മുടെ ബോട്ട്, നമുക്ക് പോകാനുള്ള ബോട്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നുമില്ല. നൈസാട്ടോ അത്. അങ്ങനെ കിച്ചു എൻട്രി ചെയ്യുന്നു. ഓക്കെ, കയറേ. അപ്പുറത്ത് കയറിക്കോ. പൊളിക്കുമോ നീ? എൻ്റെ അമ്മോ. എന്നാൽ ഞാനും അങ്ങ് എൻട്രി ചെയ്യട്ടെ. ഹായ്. അടിപൊളി. അപ്പം അങ്ങനെ പെഡൽ ബോട്ട് അതിൻ്റെ കയറൊക്കെ ശരി. അങ്ങനെ ഇതാ നമ്മുടെ പെഡൽ വർക്കൗട്ടായി. എൻ്റെ സ്റ്റിയറിങ് കാണിച്ചു കൊടുത്തേ. ഇതാട്ടോ സ്റ്റിയറിങ്. ഇത് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് പോവും, ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് പോവും. അത്യാവശ്യം നമുക്ക് ആ ഒരു ലോജിക്ക് ഇല്ലെങ്കിൽ ഇത് അവിടെ ഇവിടെയൊക്കെ തടയും കേട്ടോ. ഇത് പിന്നെ വലിയ മസിൽ പിടിച്ച് ചവിട്ടേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? വലിയ ഇതൊന്നുമില്ലല്ലോ, നമ്മൾ പവർഫുള്ളായിട്ട് ചവിട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സിമ്പിളായിട്ട് ഇത് അതെങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് പോകും കേട്ടോ. പിന്നെ ലിവർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കേണ്ട കാര്യമൊന്നുമില്ല. അടിപൊളിയാട്ടോ. പൂക്കോട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ വെറുതെ വന്നിട്ട് പോവല്ല. പൂക്കോട് ശരിക്കും നമുക്ക് ഇതിനകത്തൂടെ ഒരു 1.5 കിലോമീറ്റർ നടക്കാനുള്ള ഏരിയ ഉണ്ട്. അതിങ്ങനെ നടന്ന് നമുക്ക് ഇപ്പുറം വരാം. ഇതിനകത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, ഇവിടുത്തെ ക്ലൈമറ്റ് ആസ്വദിക്കാം, ബോട്ടിംഗ് ആസ്വദിക്കാം. അതിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്കത് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു സാധനമല്ല, നമുക്ക് മനസ്സിനും മൈൻഡിനും ഒക്കെ റിഫ്രഷ്മെൻറ്റ് തരുന്ന ഒരു ബെസ്റ്റ് പ്ലേസാണ് വയനാടിൻ്റെ ഹൃദയഭാഗത്തുള്ള പൂക്കോട് ലേക്ക്. അപ്പോൾ മസ്റ്റ് വയനാട് വരുമ്പം നിങ്ങൾ മസ്റ്റായിട്ട് കയറേണ്ട ഒരു സംഭവത്തിലൊന്നാണ് പൂക്കോട് ലേക്ക്. എന്നൂർ ദെൻ പൂക്കോട് ലേക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാം കേട്ടോ. രാവിലെ എന്നൂർ പോയിട്ട് ഉച്ചയ്ക്ക് മൊത്തം നിങ്ങൾ പൂക്കോട് ലേക്കിലേക്ക് കവർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു എൻറ്റയർ ഡേ അവിടെ ഫിനിഷ് ആവും. അതിനുശേഷം നാളെ അടുത്ത ഡെസ്റ്റിനേഷനെ പറ്റി ചിന്തിക്കാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. ഇനി ഇതാ അവിടെ നിന്നില്ല, അതാ ആ ബോട്ടൊക്കെ വരുന്നില്ലേ, അവിടെ വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. 1 hour സമയമുണ്ട്. 1 hour 30 minutes അല്ലേ, അരമണിക്കൂർ സമയമുണ്ട്. അരമണിക്കൂറിനകത്ത് നമ്മൾ പോയിട്ട് തിരിച്ചു വരണം. ഇല്ലെങ്കിൽ അവർ എക്സ്ട്രാ ചാർജ് ഈടാക്കും. അപ്പോൾ കയറുന്നതിന് മുമ്പ് നമ്മളുടെ സെക്യൂരിറ്റി എക്യുപ്മെൻറ്റ്സ് എല്ലാം പ്രോപ്പറാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇത് അവരുടെയല്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോ അതെപ്പോഴും ചിന്തിക്കുക. ഇവിടെയുള്ള സ്റ്റാഫിൻ്റെയോ ഇവിടെയുള്ള ഗൈഡ്സിൻ്റെയോ ഒന്നുമല്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ സേഫ്റ്റി എന്നുള്ളത്. ഓൾവേസ് യു ജസ്റ്റ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് സേഫ്റ്റി മെഷേഴ്സ്. ദാറ്റ് ഈസ് മാൻഡേറ്ററി ആൻഡ് ഇമ്പോർട്ടൻറ്റ്. ഈ വെള്ളത്തിലെ ഈ കാണുന്നത് പായലാട്ടോ, ഒരുതരം പൊങ്ങി നിൽക്കുന്ന പായലാണ്. കുറേ കഴിയുമ്പോൾ ഇതിനകത്ത് പായൽ കൂടിക്കഴിഞ്ഞാൽ ഇത് മൊത്തം വാരിക്കളയും. ഡ്രെഡ്ജർ കൊണ്ടുവന്നിട്ട് വാരിക്കളയും. അപ്പോൾ നമ്മൾ പായലില്ലാത്ത ഏരിയയിലേക്ക് പോവുകയാണ്. ഈ ഭാഗത്തൊക്കെ നല്ല ആഴാട്ടോ. നിങ്ങൾ ബോട്ടിങ്ങിനൊക്കെ വരുന്ന ആളുകൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ വേണ്ടാത്ത പരിപാടിയൊന്നും ചെയ്യരുത്. വളരെ കറക്റ്റായിട്ട് നമ്മൾ പോയി വരിക. ജീവനല്ല ഇമ്പോർട്ടൻ്റ് അല്ലേ, ജീവിതമാണ് ഇമ്പോർട്ടൻ്റ്. ബാക്കിയെല്ലാം വളരെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പഠിക്കുക. എപ്പോഴും ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ടൂറിസത്തിൻ്റെ ഭാഗമായ റെസ്പോൺസിബിൾ സിറ്റിസൺ ആകാൻ വേണ്ടി പഠിക്കുക. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, ഹംബിൾ റിക്വസ്റ്റ്. അങ്ങനെ വയനാടിൻ്റെ ടൂറിസം ഉണർന്നിരിക്കുകയാണ്. വയനാട്ടിലേക്ക് ഒരുപാട് സഞ്ചാരികളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം പൂക്കോട് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇവിടെ. ബോട്ടിങ്ങിനും അതുപോലെ തന്നെ
നമ്മൾ എന്നൂർ പോയപ്പോഴും അവിടെയും ഒക്കെ ആളുകൾ വന്നു തുടങ്ങി, ടൂറിസം സജീവമായി. ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, വയനാട്ടിലെ മുണ്ടക്കായി, അട്ടമല, ചൂരൽമല എന്ന് പറഞ്ഞ ഏരിയ മാത്രമേ റെസ്ട്രിക്ഷൻ ഉള്ളൂ. അത് വളരെ ചെറിയൊരു ഭാഗമാണ്. ബാക്കി എല്ലാം വയനാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം സെറ്റാണ്. ധൈര്യമായിട്ട് ഓണത്തിന് വയനാട്ടിലേക്ക് ഒരു ടൂർ നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ. ഞങ്ങൾ വയനാട്ടുകാർ നിങ്ങളെ വെൽക്കം ചെയ്യാൻ കാത്തിരിക്കുന്നു. സോ മീ ആൻഡ് കിച്ചു പൂക്കോട് ലേക്കിൽ ബോട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈബാട്ടോ. കിച്ചു പോയിട്ടുണ്ട്, ഇതിനു മുമ്പ് ബോട്ടിങ്ങിന് പോയിട്ടുണ്ടോ? അതാണ്, ചെറിയ പ്രായത്തിൽ ബോട്ടിങ്ങിന് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ബോട്ടിങ്ങിന് വരുന്നത് നമ്മുടെ ഓസം ലൈഫിൻ്റെ കൂടിയാണ്. എങ്ങനെയുണ്ട് ബോട്ടിംഗ് എക്സ്പീരിയൻസ്? പറ. ആരുടെയും പ്രശ്നമില്ലാണ്ട് ചവിട്ടുക എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ന്യൂ ജനറേഷൻ്റെ ഭാഗമായ കിച്ചു അപ്പം ഞാനെന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? അവൻ ചിന്തിക്കുന്നുണ്ടാവും, ഞാനല്ലാതെ എനിക്ക് പകരം വേറെ ഒരു പെയറായിരുന്നെങ്കിൽ ബെസ്റ്റാണ് എന്നാണ് അവൻ ചിന്തിക്കുന്നത്. പുറത്ത് പറയുന്നില്ല. എനിവേ അല്ലല്ല, സീരിയസ്ലി ഐ എം ടെല്ലിങ്, നമുക്ക് കപ്പിൾസിനും അതുപോലെ തന്നെ ഫാമിലിക്കും കുട്ടികൾക്കുമൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ ഈ പറയുന്ന ബോട്ടിങ്ങും നമ്മുടെ പൂക്കോട് ലേക്ക് എന്ന് പറയുന്ന സംഭവം. ഒരുപാട് ഏക്കർ സ്ഥലമുണ്ട് കേട്ടോ. ഇത് മൊത്തം പൂക്കോട് ലേക്കിൻ്റെ സ്ഥലങ്ങളാണ്. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചുറ്റിക്കണ്ട് അത്യാവശ്യം പെഡലിങ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കലോറിയൊക്കെ ബേൺ ചെയ്ത് നമുക്ക് പൊളിച്ചടുക്കി യാത്ര ചെയ്യാം. ബോട്ടിങ് കംപ്ലീറ്റ് ചെയ്തതാ, ലൈഫ് ജാക്കറ്റ് കഴിച്ചു വെച്ചു. കിച്ചു ചെറുപ്പത്തിലെങ്ങാണ്ട് വന്നേ. കിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയല്ലേ? നീ റെഫർ ചെയ്യോ ഇവിടെ വരാൻ ആളുകളെ? അടിപൊളിയാട്ടോ. ഞാൻ വെറുതെ പറഞ്ഞല്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ടൂറിസം സ്പോട്ടാണ് പൂക്കോട്ടിലേക്ക്. ഒരു ഹാഫ് ഡേ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ്. ഇനിയിപ്പോൾ ഉള്ള മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ റോഡുണ്ടല്ലോ, ഇതിങ്ങനെ നടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ പെഡൽ ബോട്ട് കൊണ്ടുപോയി വന്നില്ലേ, ആ ഒരു ഏരിയ സറൗണ്ട് ചെയ്തിട്ട് റോഡുണ്ട്. അതുകൊണ്ട് ഒരു 1.5 കിലോമീറ്റർ ഇതാ ഇങ്ങനെ പോയിട്ട് അതിനകത്തൂടെ കറങ്ങി വന്നിട്ട് നമുക്കിതാ ഇതിലൂടെ തിരിച്ചു വരാം. അത് ജസ്റ്റ് ഇങ്ങനെ നടക്കാം. കാട്ടിനകത്തൂടെയൊക്കെ നല്ല വൈബൊക്കെ ആയിട്ട് അങ്ങ് നടന്നു പോവാം. അപ്പോൾ തൽക്കാലം ഞാൻ പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അട്ടയുണ്ട് ആ ഭാഗത്തേക്ക്. പിന്നെ അതുമല്ല, വെറുതെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല, ഒത്തിരി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമൊന്നുമില്ല. അതുപോലെ ഇവിടെ സൈക്ലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സൈക്ലിംഗ് ഇല്ല, ഇനി ഫ്യൂച്ചറിലേക്ക് അത് വരും. നേരത്തെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇവരും വളരെ ഭംഗിയായ രീതിയിൽ വേസ്റ്റ് കാര്യങ്ങൾ ഡിസ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് റിയലി അപ്രീഷിയേറ്റബിളാണ് പൂക്കോട് ലേക്കിലേക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുമ്പം പ്ലാസ്റ്റിക് അതുപോലുള്ള സാധനങ്ങളൊന്നും അവിടെ ഇവിടെയൊന്നും അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതിരിക്കുക. അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം. ഇവിടെ വരുമ്പം ഇവിടെ ഉദ്യോഗസ്ഥർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ എപ്പോഴും നോക്കണം. കാരണം ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനാണ് ആ ബോട്ടിംഗ് ഒക്കെ പറയുമ്പോൾ. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അങ്ങനെ പിന്നെ അട്ടയുണ്ട്. അപ്പോൾ അട്ടയെ പേടിയുള്ളവർ അതിനുള്ള പ്രിക്കോഷൻ കരുതണം. ചെറിയ ഉപ്പോ സാനിറ്റൈസർ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അട്ട പോയിക്കോളും. അട്ട കടിക്കുന്നത് ശരിക്കും നല്ല നമ്മുടെ ഈ ഫിഷ് സ്പാ ചെയ്യുന്നില്ലേ, അതുപോലുള്ളൊരു ഫീലാണ് അട്ട. വേരിക്കോസിനൊക്കെ അറിയാലോ, യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പൂക്കോടിൻ്റെ വിശേഷങ്ങൾ. സോ ഞങ്ങളിതെല്ലാം കഴിഞ്ഞതങ്ങ് ഇറങ്ങി. മഴ പെയ്യാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ കണ്ട ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്നൂർ. ദെൻ അതിൻ്റെ ജസ്റ്റ് നിയർ ഒരു 1 കിലോമീറ്റർ പോലും ഇല്ല പൂക്കോടിലേക്ക്. ഇത് രണ്ടും നിങ്ങൾക്ക് ഒരു സിംഗിൾ ഡേ കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി അടുത്തൊരു ലൊക്കേഷനുമായിട്ട്, വയനാട്ടിലെ കിടിലൻ ലൊക്കേഷനുമായിട്ട് ഓസം ലൈഫ് തിരിച്ചു വരും. അതേതാണെന്നുള്ളത് ഞാനൊന്ന് വർക്കൗട്ട് ചെയ്യട്ടെ. അപ്പോൾ നാളെ നമ്മൾ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ പൂർത്തിയാക്കുന്നു. സോ ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ ആൻഡ് കിച്ചുജി signing off Awesome Life, and now we are at Pukod Lake. Love you all, take care. അങ്ങനെ നമ്മുടെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞങ്ങ് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം ഇതുണ്ട്, പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിവിടുത്തെ ഗാന്ധിഗ്രാം വയനാടിൻ്റെ പ്രോഡക്റ്റ്സ് ആട്ടോ. അപ്പം ഒരുപാട് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഐറ്റംസ് ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ സാധനങ്ങൾ കാണാം. ഇവർ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്, നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. എന്നൂരിൽ കണ്ട പോലെ തന്നെ കാപ്പിക്കുരു, കാപ്പിപ്പൊടി, അതുപോലെ തന്നെ പലതരത്തിലുള്ള നമുക്ക് ഔട്ട്സൈഡ് മാർക്കറ്റിൽ കിട്ടാത്ത കുറേ സാധനങ്ങൾ, ഇവിടുത്തെ തന്നെ ഐറ്റംസ് നമുക്കിവിടെ കിട്ടാനുണ്ട്. ഇവിടുത്തെ ലോക്കലായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഐറ്റംസ് ആട്ടോ ഇത് മൊത്തം. അതുപോലെ തന്നെ ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ്സ്, അലുവ, പിന്നെ പറയുകയാണെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒരുപാടുണ്ട്.
ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വൈവിധ്യപരമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കാണാനുള്ള. അലങ്കാരത്തിനൊക്കെ വയ്ക്കുന്ന ഐറ്റംസ് ചുമരിൽ. പിന്നെ ഇതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗ്. ഇതെന്താ മെറ്റീരിയൽ? മുളയാ? പായൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇങ്ങനെ കയറി കഴിഞ്ഞ് ഇതിനകത്തുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരുപാട് സാധനമുണ്ട്. അപ്പോൾ കുട്ടികൾക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ ഓണത്തിന് നിങ്ങളെയൊക്കെ കാത്തിരിക്കുന്നതാണ്. 100% ഇവിടെ വന്ന് ഇതൊക്കെ പർച്ചേസ് ചെയ്ത് വയനാടിൻ്റെ ടൂറിസം ഒന്നുകൂടെ ഉണർത്തണമെന്ന് വളരെ റിക്വസ്റ്റ് ചെയ്യാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ചുമരിലൊക്കെ വെച്ച് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഇപ്പം തായ്ലൻഡിലൊക്കെ പോയി വാങ്ങുന്ന പോലത്തെ ഐറ്റംസാണ് ഇത് മൊത്തം കിടക്കുന്നത്. ചുമരിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൊള്ളി വൈബായിരിക്കും. രസമുണ്ടല്ലേ വെച്ചു. അതുപോലെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് അതർ ആക്ടിവിറ്റീസ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പുറത്തുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ വയനാട് എക്സോട്ടിക് ബേർഡ് സ്റ്റേഷൻ നമ്മൾ നേരത്തെ കണ്ട ബോർഡ്, അതുപോലെ തന്നെ വേറെ കുറേ ആക്ടിവിറ്റീസ്, അമ്പെയ്ത്ത്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. കുറേ എണ്ണം അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. പുറത്തും ഇതുപോലെ തന്നെ ഗാന്ധിഗ്രാമം പൂക്കോടിൻ്റെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. തിരക്കായി കഴിഞ്ഞ് ഇങ്ങോട്ടൊന്നും അടുക്കണ്ട കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു തിരക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ വയനാട്ടിലേക്ക് പ്ലാൻ ചെയ്തോളൂ.